നമ്മുടെ പണ്ട് ഈ റെസ്ലേഴ്സിന്റെ കാർഡ് ഇറക്കിയ ടീമാണ് നമ്മളെ കാർഡ് ഇറക്കുന്നത്. ആണോ? ഓ, ഇത് പ്രീമിയം കാർഡ്. വളരെ സന്തോഷമുള്ള ഒരു പരിപാടി ചത്താവച്ച ടീം ചെയ്യുന്നത്. WWE ഫാൻസിനൊക്കെ ആഘോഷിക്കാം. മറ്റേത് വേറൊരാളുടെ ഫോഴ്സിലല്ലേ നമ്മൾ തെറിക്കുന്നതും ചാടുന്നതും മറിയുന്നതും. ഇത് തന്നെ ചെയ്യണം. അപ്പൊ ഇടിക്കുന്ന സമയത്ത് ഇടി കൊള്ളുന്ന സമയത്ത് നമ്മൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക. ടിവിയിൽ നോക്കാൻ തുടങ്ങി. അതെ അതെ, ഇടി കൊടുത്തില്ല കാലോട് ചവിട്ടി അവിടെ ഇരിക്കുന്ന സമയത്ത് അവിടെ അല്ലല്ലോ കൊണ്ടത്. ചെറിയ ചെറിയ വഞ്ചിക്കപ്പെട്ട പോലൊക്കെ തോന്നി. പക്ഷെ അതൊക്കെ പടം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും മാറി. 4 മാസമായി ചവച്ചോണ്ടിരിക്കുന്നത്. മറ്റേ റിങ്ങിൽ കറങ്ങിയിട്ടുള്ള അടിയായിരുന്നു ഇഷ്ടം. അദ്ദേഹം ഇങ്ങനെ ഭയങ്കര ചെറിയ മനുഷ്യനായിട്ട് വന്നിട്ട് ബാക്കിയെല്ലാവരും ഭയങ്കര വലിപ്പമാണല്ലോ. അപ്പൊ ആള് വന്ന് ഇടിക്കുന്നത് കാണാൻ ഒരു രസമുള്ള പരിപാടിയായിരുന്നു. പുള്ളി ചെറിയൊരു മനുഷ്യനല്ലേ, ബിഗ് ഷോ ഒക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ഭയങ്കര ആവേശമായിരുന്നു. എന്റെ ഫേവറേറ്റ് അറിയാലോ അല്ലാതെ ട്രെയിലർ കണ്ടിട്ടുണ്ടാവും. എനിക്ക് ആക്ച്വലി മാർക്കോ വന്നപ്പോൾ എല്ലാവരും മീൻസ് ഓക്കെ ഈ പടത്തിന് ഇമോഷൻ കോർ നിങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഹാപ്പി ആയിരുന്നു. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു പടക്കം. ഞാൻ ഒരു ദിവസം തലവര തിയേറ്റർ വിസിറ്റ് പോയപ്പോൾ ഫ്രണ്ടിൽ ഒരാളെങ്കിലും മാസ്ക് കിട്ടും. അച്ചോട്ടാ ഇതിപ്പോ കൊച്ചി പറയാൻ നേരത്തെ റോഷൻ കറക്റ്റായിട്ട് ഇതിവിടെ നോർമലി വലിയ ആൾക്കാർ പടം കണ്ടോട്ടെ, എല്ലാവരും കൊളാബറേറ്റ് ചെയ്തു. പിന്നെ ചോദിച്ചാൽ നിങ്ങൾ ഒരിക്കലും ഉത്തരം പറയാത്ത ആ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമ്മള് ചോദിക്കണമല്ലോ. ഞങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ പ്രേക്ഷകർ വന്ന് കമന്റിൽ പറയും എന്തുകൊണ്ട് ചോദിച്ചില്ലാണ്. അപ്പോൾ പറയൂ, മമ്മൂട്ടിയെ പറ്റി എന്തൊക്കെയാണ് നിങ്ങൾക്ക്? ഹായ്, 2025 എന്നുള്ള വർഷം അവസാനിക്കുന്ന സമയത്ത് ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സും മൂവി ലവേഴ്സൊക്കെ ഒരു ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അത് 2026 അവർ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകളുടെയാണ്. അത് ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള സിനിമകളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അതിൽ ഭൂരിഭാഗം പേരുടെയും ലിസ്റ്റിൽ ഒരുപോലെ വന്നൊരു പടമുണ്ട്. അതാണ് ചത്താപച്ച. ആൾക്കാർ ഇങ്ങനെ പ്രതീക്ഷയോടെ വളരെ ഓർഗാനിക്കലി ഹൈപ്പ് നേടിയ ഒരു സിനിമയാണ് ചത്താപച്ച. അപ്പോൾ ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പടമായിട്ട് തന്നെ വരുമ്പോൾ അത് കുറച്ചും കൂടെ സ്പെഷ്യലാണോ അതോ കുറച്ചുകൂടെ ടെൻഷൻ ഉണ്ടോ? നമ്മൾ വേറൊരു പടമായിട്ട് വരണേക്കാൾ കൂടുതലായിട്ട് ഒരുപാട് സിനിമകൾക്ക് ആക്ച്വലി ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ ഭാഗമായിട്ടുള്ള ഒരുപാട് സിനിമകൾക്ക് ഇങ്ങനൊരു പ്രീ റിലീസ് അറ്റൻഷൻ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളതാണ്. അത് എനിക്കൊന്ന് ചത്താപ്പച്ചൽ സംഭവിച്ച ലെവലിൽ എനിക്ക് വേറൊരു പടത്തിലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന കുറച്ച് ടെൻഷനൊക്കെ സഹിക്കാൻ ഞാൻ ഓക്കെ. ഇതിരിക്കട്ടെ, ആ ഹൈപ്പും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഇരിക്കട്ടെ. ഇനിയാണ് ഭയങ്കര മാരക പെർഫോമൻസ് ഒക്കെ 2025 അല്ല തന്ന ഒരാളാണ് തലവരയിലൂടെ. അപ്പോൾ അടുത്തൊരു പടം വരികയാണ്. അപ്പോൾ ഇതിനകത്ത് ലൈക്ക് എന്താ പറയുക, എനർജി ഇങ്ങനെ പമ്പ് ചെയ്യുന്ന സംഭവമാണ് നമ്മൾ ടീസറിലും ട്രെയിലറിലും ഒക്കെ കാണുന്നത്. എങ്ങനെയുണ്ട് അർജുന അശോകൻ, പറയൂ. ഇത് ഭയങ്കര രസമായിരുന്നു ആക്ച്വലി. കാരണം ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ ഹൈപ്പ് ഉണ്ടായത് ഇതിന്റെ ഒരു ബേസിക് പരിപാടി എന്താണ്, ഇതിന്റെ തീം കാരണം തന്നെ ഉണ്ടായ ഒരു ഹൈപ്പാണ് ബേസിക്കലി. WWE എന്ന പരിപാടി ഇന്ത്യൻ സിനിമയിൽ തന്നെ ഫസ്റ്റ് ആയിട്ട് ഗുസ്തി പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു സ്റ്റൈലോ അല്ലെങ്കിൽ ഈ ഒരു ആർട്ട് ഫോം അല്ലെങ്കിൽ സ്പോർട്സ് ടൈപ്പ് ആദ്യമായിട്ട് ഒരു പടത്തിൽ വരും. അതിലൊരു ഭാഗം പറ്റിയത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. കാരണം ഇപ്പോൾ റോഷൻ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു ഹൈപ്പ് ഇപ്പോൾ വേറെ പടങ്ങൾ ഇറങ്ങുമ്പോൾ എന്തായാലും നമ്മുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട് ആൾക്കാരുടെ അടുത്തേക്ക് റീച്ച് ആവണം എത്രയും മുമ്പ്. പക്ഷേ ഇത് ഭയങ്കര റീച്ചായി. അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ ഇത് ഇപ്പം ആക്ച്വലി എനിക്ക് ഇപ്പം 2-3 ദിവസമായിട്ട് ഈ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു ഫീൽ എന്താ വെച്ചാൽ ആദ്യമായിട്ട് ഒരു പടം ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ. ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു പടം പറവ് ഇറങ്ങാൻ പോകുമ്പോൾ ആൾക്കാർ ഇത് എങ്ങനെ എടുക്കും, ആ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് ഭയങ്കരമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഈ പടം പുതിയ സ്റ്റൈലിലാണ് ചെയ്തേക്കണേ. ഞാൻ ചെയ്യാത്ത ഒരു പരിപാടിയാണ് ഈ ക്യാരക്ടറിൽ പിടിച്ചേക്കണതും. ചെയ്യാത്ത ടൈപ്പ് ഓഫ് ഫൈറ്റ് സ്റ്റൈലാണ് ഇത് ചെയ്തേക്കണം. അപ്പം അത് ആൾക്കാരുടെ അടുത്തേക്ക് എത്തുമ്പോൾ സന്തോഷമുണ്ട്. സെയിം ടൈം അവരത് ആക്സെപ്റ്റ് ചെയ്യോ ഇല്ലേ, അല്ലെങ്കിൽ അത് ഏത് രീതിക്കായിരിക്കും ആൾക്കാർ എടുക്കുന്നത്, എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും റിവ്യൂസ്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം കിളർന്ന ഒരു ആങ്സൈറ്റി ഒരു പരിപാടിയിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കണത്. WWE പറ്റിയിട്ട് പറയുന്ന സമയത്ത് അത് ഈ സിനിമയിൽ വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ നൊസ്റ്റാൾജി ആവും തോന്നുന്നു എല്ലാവർക്കും. ഇപ്പോൾ നമ്മൾ ഈ പടത്തിൻ്റെ അനൗൺസ്മെൻറ്റ് വന്ന സമയത്ത് തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഇതെന്താ ആദ്യം ആരും ആലോചിക്കാണ്ടിരുന്നത്. കാരണം ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് ഫാൻസ് ഉള്ളതായിരുന്നു. നമ്മളൊക്കെ കുറേയൊക്കെ ചെറുപ്പം തൊട്ട് കാണുന്നതുമാണ്. ഇപ്പം അണ്ടർടേക്കർ, കെയിൻ, റിമിസ്റ്റീരിയോ ഒക്കെ ആയിരുന്നു. ഞാൻ കുറച്ചേ കണ്ടിട്ടുള്ളൂ, ചേട്ടന്മാർ ഭയങ്കര ഫാൻസ് ആയിരുന്നുകൊണ്ട്. പക്ഷേ ഇടിയൊക്കെ കാണുന്നതിനൊരു പരിധി ഉണ്ടായിരുന്നു. പക്ഷേ റിമിസ്റ്റീരിയോൻ്റെ മറ്റേ റിങ്ങിൽ കറങ്ങിയിട്ടുള്ള അടിയായിരുന്നു ഇഷ്ടം. ബാക്കിയുള്ളവർ ഭയങ്കര അദ്ദേഹം ഇങ്ങനെ ഭയങ്കര ചെറിയ മനുഷ്യനായിട്ട് വന്നിട്ട് ബാക്കിയെല്ലാവരും ഭയങ്കര വലിപ്പമാണല്ലോ. അപ്പോൾ ആൾ വന്ന് ഇടിക്കുന്നതൊക്കെ കാണാൻ ഒരു രസമുള്ള പരിപാടിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി ഈ പടത്തിൽ ഇത്ര ഹൈപ്പ് കിട്ടാൻ കാര്യം ഈ ഒരു പരിപാടിനെ
ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അതുണ്ട് യെസ്. അപ്പൊ അവര് ഭയങ്കരമായിട്ട് ഡൈഹാർഡ് ഫാനുള്ള ആൾക്കാരുണ്ട്. അവർക്ക് അത് നമ്മുടെ കേരളത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഫിലിം വരുന്നുള്ള ഒരു ഹൈപ്പാണ്. നമ്മളിതൊരു ഫൈറ്റിംഗ് പടമാണ്, ശരിക്കും ബേസ്ഡ് ഇതാണ് എന്ന് വെച്ചാൽ നമുക്കിത് ഇടിപ്പടമായിട്ട് മാത്രം കാണാനും പറ്റൂല. ഇതിനൊരു ഇമോഷൻ അല്ലെങ്കിൽ ഇതിന് ബാക്ക് സ്റ്റോറി വേണം, അല്ലെങ്കിൽ ഇതിനൊരു പരിപാടി വേണം. ഇത് എവിടെ കൊണ്ട് പിച്ച് ചെയ്യണം, പിച്ച് ചെയ്യുമ്പോൾ ഈ ആൾക്കാർ ആരായിരിക്കണം, ഇവരെന്തിനും ഇവിടെ കൊണ്ടുവന്ന്, അങ്ങനത്തെ ഒരു ബാക്ക് സ്റ്റോറി ഇതിൽ വേണം. അപ്പൊ അതിൽ ചെറിയ ഇമോഷൻ ട്രെയിലറിൽ അത് കുറച്ച് വരുന്നുണ്ട്. അതെ, അതെ. ട്രെയിലറിൽ ആ ഒരു ഇപ്പം അതെ അതെ അത് military-ന്റെ കറക്റ്റായിട്ട് ഒക്കെ ഒരു ആ ഒരു എലമെന്റ് അതിൽ കാണിച്ച് തുടങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. അത് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് കാണുമ്പോൾ ഓക്കെ ആയിരിക്കും. അതാണ് നമുക്കൊരു ടെൻഷൻ. നമ്മളിപ്പോ അത് എഴുതുമ്പോ തന്നെ നമുക്ക് എഴുത്തുകാരനാണ്. അതല്ല നമ്മളിപ്പോ ഇതിന്റെ ഒക്കെ ഒരു എത്ര ഡ്രാഫ്റ്റ് എഴുതിയിട്ടുണ്ടാവും? കുറേ ഉണ്ടാവും. ഇത് ആക്ച്വലി എന്താ ഇത് പടം കഴിഞ്ഞാലും എഴുതിട്ടൊന്നും തോന്നുന്നുണ്ട്. ആക്ച്വലി ഇത് നമ്മൾ ആക്ച്വലി ഇപ്പൊ നമ്മളിങ്ങനെ WWE മോഡൽ ഇവിടെ ഒരു ഫൈറ്റ് വിത്ത് സാവിയോ എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ എഴുതും. ഇത് ശരിക്കും പറഞ്ഞാൽ കലൈ മാസ്റ്റർ പുള്ളി അപ്പത്തേക്ക് അതിനെ കലക്കനായിട്ട് ആ രീതിയിലോട്ട് അവരെടുത്ത് തരും. എനിക്ക് ഏകദേശം എല്ലാവരും ഒരു വർഷത്തോളം ഒരു പരിപാടിയും പിടിക്കാണ്ട് മൊത്തത്തില് ഇതിൽ കൂടെ തന്നെ. ശരിക്കും ഇപ്പൊ പേര് പറഞ്ഞ പോലെ തന്നെ പടം ചേർച്ച പച്ച. ആക്ച്വലി നമ്മൾ കൊച്ചിയിൽ പറയണ പല പല സ്ഥലങ്ങളിൽ പറയണ ഒരു വാക്കാണത്. ചത്താലും നമ്മൾ പച്ച തൊടും എന്നുള്ള സംഭവം. അതിന്റെ ഒരു എനിക്ക് എക്സാക്ട്ലി എന്താന്ന് വെച്ചാൽ ഇത് സംഭവം എന്താ നമ്മളീ പറയൂലേ, നമ്മളീ പെട്ട് നിൽക്കണേ, ഇനി നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഈ പരിപാടി നടത്താൻ പോണേ, അല്ലെങ്കിൽ നമ്മൾ ഈ സിനിമ ചെയ്യാൻ പോണേ, നമ്മൾ ചത്താലും പച്ച തൊടുക മീൻസ് അല്ലെ സമൃദ്ധിയായി കണ്ടു, രക്ഷപ്പെട്ടു. അപ്പൊ നമ്മൾ ചത്താലും പച്ച പിടിക്കും. അതാണ് ചത്താൽ പച്ച. ഒരു യുദ്ധത്തിന് 10,000 പേര് മുമ്പിലേക്കാണ്, നമ്മള് 4 പേര്. എന്ത് ചെയ്യാനാ, മാക്സിമം അടിച്ചു നോക്കാം. ഒന്നും നോക്കണ്ട, പച്ച ഇറങ്ങി ഒന്നും നോക്കണ്ട, ചത്താ പച്ച അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് ബാക്കിലോട്ട് വേറെ സെക്കൻഡ് ഓപ്ഷൻ ഇല്ല. അങ്ങനത്തെ ഒരു വേടാണ് ഇത്. ഇവിടെ ഉപയോഗിക്കണ വേടാണ്. നമ്മളെ കണ്ടുപിടിച്ചല്ലോ, പക്ഷെ ഡിക്ഷണറി ഇല്ല. കൊച്ചിയിൽ അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ വരുമ്പോ ആൾക്കാർ ഉപയോഗിക്കണ റിലേറ്റഡ് ആവുന്ന ആൾക്കാർ. അതെ അതെ അതെ, ഇപ്പൊ കറക്റ്റ് ആയിട്ട് വരും. അത് കുഴപ്പമില്ല. ബാക്കി ആൾക്കാർ ഈ പച്ചത്തത്തൊന്നും പല പല പേരൊക്കെ അത് പടം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്തായാലും. ഇപ്പം ഈ ഷാൻ്റെ പറയുകയാണെങ്കിൽ ഇപ്പം മാർക്കോലെ ആ ഒരു സീനും ആ പെർഫോമൻസ് ആ ഇമോഷണൽ ലൈനും ഭയങ്കര രസമായിട്ട് വന്നു. അതിനുശേഷം പടക്കളത്തിലാണ് വന്നത്. പടക്കളത്തിൽ വന്ന റോളും സംഭവമൊക്കെ പിന്നീട് വരുന്ന സമയത്ത് ട്രോൾ ചെയ്യപ്പെടുന്നതും ഒക്കെ ക്യാരക്ടേഴ്സാണ്. പക്ഷേ ആഫ്റ്റർ ഓൾ ആ 2 സിനിമയിലും നിങ്ങളിൽ വരുന്ന സ്ക്രീൻ സ്പേസ് എന്ന് പറയുന്നത് ഒരുപാടില്ല, കുറച്ച് ഭാഗങ്ങളിലാണ് വരുന്നത്. പക്ഷെ ആ 2ലും ആ സിനിമയിൽ നമ്മൾ കണക്ട് ചെയ്ത് നിർത്തുന്ന, അല്ലെങ്കിൽ സിനിമയിൽ ഒരു മാസ് പോയിന്റ് കൊടുക്കുന്ന ആ മൊമെന്റ്സുകൾ ഉണ്ടായിട്ടുണ്ട്. കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പം നമുക്ക് ആ ചെയ്യുന്ന വേഷങ്ങളിൽ സ്ക്രീൻ സ്പേസ് കുറഞ്ഞിരിക്കെ തന്നെ ശ്രദ്ധിക്കപ്പെടാൻ പറ്റുക എന്നുള്ളതുണ്ടല്ലോ. ഇപ്പോൾ ഈ ചത്താപച്ചയിൽ ഇപ്പോൾ ആ പ്രൊമോ സോങ് വരുന്ന സമയത്തും നമുക്ക് പെട്ടെന്ന് പടക്കളത്തിലെ അല്ലെങ്കിൽ മാർക്കോലെ ആളല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നൊക്കെ ഒരു രസമല്ലേ. അപ്പോൾ എന്താ പറയുക, കരിയറിന്റെ തുടക്കത്തിൽ തന്നെ അങ്ങനത്തെ ഒരു മൊമെന്റ് കിട്ടുന്നത് 3 പടങ്ങൾ. സന്തോഷമുള്ളൂ, കാരണം ആൾക്കാർ ഇത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഹാപ്പിയാണ്. മീൻസ് ഇത്രയും സ്ക്രീൻ ടൈം ഉണ്ടായിട്ടും അത് നോട്ടിസബിൾ ക്യാരക്ടറാണ്. എനിക്ക് ആക്ച്വലി മാർക്കോ വന്നപ്പോൾ എല്ലാവരും മീൻസ് ഓക്കെ ഈ പടത്തിന്റെ ഇമോഷണൽ കോർ നിങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഹാപ്പി ആയിരുന്നു. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു പടക്കളം. ഇതിന്റെ തിയേറ്റർ വിസിറ്റിനൊക്കെ പോയപ്പോൾ ഒരാൾ വന്ന് ചേട്ടനെ ഇടിക്കാൻ തോന്നി എന്ന് പറഞ്ഞ്. അപ്പോൾ ആദ്യം ഞാൻ എന്നെ അടിക്കാനോ, പിന്നെ എനിക്ക് മനസ്സിലായത് ഓക്കെ ഈ ചൊറിയൻ ക്യാരക്ടർ വർക്കായെന്നാണ്. അപ്പോൾ പയ്യെ ഇങ്ങനെ കുറച്ചുകൂടി ഇതാണ് ഫസ്റ്റ് ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ കൊറിയോഗ്രാഫൊക്കെ നോക്കിയാൽ ഇങ്ങനെയാണല്ലോ, 1 by 1 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഇവർ ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. അപ്പോൾ ആ ഒരു ട്രജക്ടറി എനിക്കും ഫോളോ ചെയ്യുന്ന ആണ് എൻ്റെ ഒരു ആഗ്രഹം. ഇവരെയാണോ ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തേക്കുന്നത്? ആണ്, സീരിയസ്ലി ആണ്. എന്താ ഉപദേശം കൊടുക്കാനുള്ളത്? എന്തായാലും ഒരാൾ മാതൃകയാക്കുന്നുണ്ടല്ലോ. നമ്മള് ചത്തപ്പച്ച ഷൂട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു, അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്ത ശേഷമാണ് തലവരെ വന്നത്. അത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് റോന്ത് വന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി. അപ്പോൾ ഇവരുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസസ്, അതിന്റെ റിസൾട്ട് എനിക്ക് നേരിട്ട് കാണാൻ പറ്റി, അതിന്റെ ഇമ്പാക്റ്റും. ഞാൻ ഒരു ദിവസം തലവര തിയേറ്റർ വിസിറ്റ് ഇപ്പൊ ഫ്രണ്ടിൽ ഒരാളെങ്കിലും മാസ്ക് കിട്ടിട്ട് അച്ചോട്ടാ ഇഷ്ടപ്പെട്ടൊരു മൊമെന്റ് ആയിരുന്നു. കാരണം തിയേറ്ററിലേക്ക് അങ്ങനെ ആരും വരുന്നില്ല എന്നുള്ളൊരു മൊമെന്റിൽ ഇപ്പം വന്ന് കാണുന്ന പറയുമ്പോ എനിക്ക് ഭയങ്കര ഹൗസ്ഫുൾ ആയിരുന്നു ദൈവമായിട്ട്. നമ്മുടെ ഈ പടത്തിന്റെ ഒരു ട്രെയിനിങ് സെഷൻ, ഡേവിസിന്റെ സെഷൻ കഴിഞ്ഞിട്ട് നേരെയാണ് ഞാൻ പടക്കളം കാണാൻ പോയത്. പറഞ്ഞിട്ട് കാണാൻ പോയത്. ഇതെല്ലാം ഈ സമയത്ത് സംഭവിച്ച. ഇപ്പം ഇത്തിരി നേരവും തലവരെയും പറ്റിയിട്ട് വേറെ മൂവീസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ആ 2 സിനിമകൾ റീസെന്റ്, പിന്നെ അത് പിന്നീട് OTT-ൽ ഇറങ്ങിയതിന് ശേഷമൊക്കെ കുറെ ചർച്ചയായിട്ടുള്ള പടങ്ങൾ. നമ്മളൊരു വഞ്ചി പോണേ, അടുത്ത വഞ്ചി അടക്കാൻ പോണേ. ഇപ്പോ തലവരനെ പറ്റിയിട്ട് പറയുകയാണെങ്കിലും അത് തീർച്ചയായിട്ടും അർജുൻ ഇപ്പോൾ കരിയറിൽ ഒരുപാട് സിനിമകളൊക്കെ ചെയ്യുന്ന സമയത്തും
കരിയർ പിന്നീട് വന്നിട്ട് ആരെങ്കിലും ഒക്കെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു റോളിനെ പറ്റി എന്തായാലും സംസാരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രിപ്പറേഷൻസ് എന്തായാലും നടത്തിയിട്ടുണ്ടാവും. ഇപ്പൊ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടും ഒന്നും ചെയ്തിട്ടില്ല ആ പടത്തിന് വേണ്ടി പ്രിപ്പറേഷൻ. അതിന്റെ ഒരു സ്ലാങ് പിടിക്കാനോ സ്ലാങ് ആകെ 5 ദിവസം മുമ്പ് ഞങ്ങൾ പോയി ജോയിൻ ചെയ്തു. പിന്നെ ഡയറക്ടർ പാലക്കാടുകാരനാണ്. അപ്പൊ അവൻ സ്പോട്ടിൽ പറഞ്ഞു കഴിയുമ്പോ എനിക്ക് എന്താ പെട്ടെന്ന് മിമിക് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ പിടിച്ച് പിന്നെ ഡബിലാണ് കൂടുതലും പിടിച്ചേക്കണം എന്റെ അകത്ത്. ഓൺ ദ സ്പോട്ട് പിടിക്കാൻ നോക്കിയിട്ട് ഷെഡ്യൂൾ ആയിപ്പോയി. കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം പടം നിന്ന് ഒരു മാസം കണ്ട് റീഷൂട്ട് ചെയ്ത്. അപ്പൊ സ്ലാങ് എല്ലാം പോയി. പിന്നെ അവൻ ഡയറക്ടർ പ്രോപ്പർ അവന്റെ സ്ലാങ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഡബിങ്ങിന് അവൻ ഇരുന്നുകൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയാണ്. അതുകൊണ്ട് ആ സ്ലാങ് അങ്ങനെ വന്നു. അപ്പം ഒരു ആ പടത്തിൽ നമ്മൾ പിടിക്കുന്നത് ഇപ്പം ബ്രഹ്മയുഗത്തിലാണ്. ഇപ്പൊ 2024 ഒരു പടത്തിൽ ഭയങ്കര മാർക്ക് ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആണ്. പിന്നെ ഇപ്പൊ 2025 വരുന്ന വേറൊരു പടത്തിലും തലവരയിലും അർജുന അശോകനെ മാർക്ക് ചെയ്യുന്ന ഒരു പെർഫോമൻസ് വരുന്നു. ഈ പടത്തിലും അങ്ങനെയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആഫ്റ്റർ ഓൾ നിങ്ങളൊരു ആക്ടർ എന്നുള്ള രീതിക്ക് ഭയങ്കര എഫേർട്ട് ഇടുന്നുണ്ട്. ഈ പടത്തിൽ പിന്നെ മറ്റേ 2 പടങ്ങളിലും ഒരു 1, 2, 3 പേരൊക്കെയാണ് മാക്സിമം. ഇതിൽ പിന്നെ ആസ് എ ഗ്രൂപ്പാണ് പരിപാടി മൊത്തം നടന്നത്. ഇതിൽ എല്ലാവർക്കും അവരുടേത് സ്പേസും അവരുടെ പ്രോപ്പർ ക്യാരക്ടറൈസേഷനും അതിന് പ്രോപ്പർ തുടക്കം ഉണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു എൻഡിങ് ഉണ്ട്. അപ്പോൾ ഇതിൽ അങ്ങനെ സ്പെസിഫിക്കലി എടുത്തു പറയാൻ ഒരു ക്യാരക്ടർ ഉണ്ട്. അത് കുറച്ച് ചീത്തപ്പൊളി പരിപാടിയാണ്. അപ്പൊ പക്ഷെ എല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ്. പിന്നെ ഫൈറ്റിലാണ് കൂടുതൽ ഈ പടത്തിൽ ഫോക്കസ് ചെയ്തത്. കാരണം കൊച്ചിക്കാരെന്നുള്ള ക്യാരക്ടർ നേരത്തെ ചെയ്തുകൊണ്ട് ആ പരിപാടിയിൽ നമുക്ക് അധികം ഒന്നും ചെയ്യാനില്ല, സെറ്റിലായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഈ പ്രാവശ്യം പിടിപ്പിച്ചേക്കണം എന്നെ കൊണ്ട്. ഞാൻ പിന്നെ ചോദിക്കാൻ വന്നത് എന്താണെന്ന് വെച്ചാല്, ഇപ്പം കുറേ സിനിമകൾ നിങ്ങൾക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഒരെണ്ണം ചൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതായത് വർഷത്തിൽ കുറേ പടങ്ങൾ നമ്മൾ പല പല കാരണങ്ങൾ കൊണ്ട് ചെയ്യും, എല്ലാ ക്യാരക്ടേഴ്സും ഇഷ്ടപ്പെട്ട് തന്നെയായിരിക്കും ചെയ്യുന്നത്. എന്നാൽ പോലും വർഷത്തിൽ ഒരു സിനിമ എന്നിലെ നടനെ ഭയങ്കര ഒരു ഗ്രോത്ത് കാണിക്കുന്ന ഒരു പടമായിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര എഫേർട്ട് കൊടുക്കാൻ പറ്റുന്ന പടമായിരിക്കണം, അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടോ? സത്യം പറഞ്ഞാൽ ചിന്തിച്ചിട്ടില്ല. കാരണം വെച്ചാല് ഈ തലവര കുറെ വർഷം, ഒരു 1.5 വർഷം മുമ്പ് കമ്മിറ്റ് ചെയ്താ. ഇതിന്റെ ബാക്കി പ്രൊഡക്ഷൻ പരിപാടികളും കാസ്റ്റിംഗ് കാര്യങ്ങളും എല്ലാം ലൊക്കേഷൻസും എല്ലാം കൂടി ഒത്തു വന്നപ്പോൾ ഇത്രയും ഡിലേ ആയതാണ്. പിന്നെ പടം ഇറങ്ങാൻ തന്നെ ഒരു 6-7 മാസം എന്തോ ഡിലേ ഉണ്ടായി. പിന്നെ അപ്പൊ അത് നോക്കുമ്പോ സുമതിയുടെ കൂടെ ഒരുമിച്ച് ചെയ്ത പടമാണ് തലവര. പക്ഷെ സുമതി ഇറങ്ങി കുറെ കഴിഞ്ഞാണ് തലവരയൊക്കെ ഇറങ്ങണത്. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിയാണ്. നമുക്ക് വരുന്നതിൽ ഏറ്റവും ബെസ്റ്റ് എടുത്ത് ചെയ്യണം എന്നുള്ളൊരു പരിപാടിയാണ്. ഒരു നല്ല നമ്മൾ അഭിനയിച്ചിട്ട് മാത്രം അല്ലെങ്കിൽ ക്യാരക്ടർ ചെയ്തിട്ട് മാത്രം കാര്യമില്ല, മൊത്തം പടം കാണണമെങ്കിൽ പടം നന്നായിരിക്കണം. അപ്പൊ എല്ലാം കൂടി ഒത്തു വന്ന രീതിയിൽ ഒരു ആസ് എൻ ഓഡിയൻസ് നമ്മൾ കഥ കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ആ ഒരു പരിപാടി പിടിച്ചിട്ട് തന്നെ. ഇപ്പോൾ ഇത്തിരി നേരത്തെ പറ്റിയിട്ട് അതിനകത്തുള്ള കുറേ എലമെന്റുകൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ റോഷന് ഇപ്പൊ ആ സിനിമയിൽ കാണിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തെ ഭയങ്കര രസമായിട്ട് കാണിക്കുന്ന ഒരു പടമാണ്. ഈവൻ തിരുവനന്തപുരത്തുകാർ അല്ലാത്തവർക്ക് പോലും ആ നഗരത്തിനോടൊരു ഇഷ്ടമൊക്കെ തോന്നുന്ന രീതിക്കാണ്. അപ്പോൾ റോഷന് ഈ പടം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ബേസിക്കലി നമുക്ക് എപ്പോഴും IFFK പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ ആ നഗരത്തിനെ പറ്റി എപ്പോഴും തോന്നുക ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണല്ലോ കേരളത്തിലെ. ഇപ്പം നിയമസഭ ബാക്കി കാര്യങ്ങൾ ഭയങ്കര തിരക്കും കുറേ സമരങ്ങളും എല്ലാം നടക്കുന്ന സ്ഥലമാണ്. പക്ഷെ ആ നഗരത്തിന് ഒരു രസമുള്ള ഒരു ലേസിനെസ് ഉള്ള ഒരു നഗരം പോലെ എപ്പോഴും തോന്നാറുണ്ട്. ഈ ഇത്തിരി നേരം കാണുന്ന സമയത്തും ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഒരു ആൾക്കാരൊക്കെ ഒരു സുഖമുള്ള പതിയെ പോയാൽ മതി ആ ഒരു മൂഡുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ സിനിമ കണ്ടതിന് ശേഷം അങ്ങനെ റോഷന് തിരുവനന്തപുരത്ത് കുറച്ചും കൂടെ മനസ്സിലാക്കാനൊക്കെ പറ്റുമോ? ഇത്തിരി നേരം ഷൂട്ട് ചെയ്ത സമയം കഴിഞ്ഞപ്പോൾ ആക്ച്വലി എനിക്ക് ട്രിവാൻഡ്രമായിട്ടുള്ള കണക്ഷൻ എല്ലാം ഒന്നെങ്കിൽ ആൾക്കാർ വഴി അല്ലെങ്കിൽ വർക്ക് വഴി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ അല്ലാണ്ട് അവിടെ പോയി നിന്നിട്ടില്ല. ഒന്ന് എൻ്റെ അമ്മയും എൻ്റെ ഫാദർ രണ്ടുപേരും പഠിച്ചത് ഒരു പോയിന്റിൽ തിരുവനന്തപുരത്താണ്. എൻ്റെ ഒരുപാട് അടുത്ത സുഹൃത്തുക്കൾ തിരുവനന്തപുരംകാരുണ്ട്. അപ്പോൾ എപ്പോൾ അവിടെ ചെന്നാലും ആരുടെയെങ്കിലും ഒരാളുടെ വീട്ടിലേക്കായിരിക്കും പോവുക. അപ്പോൾ ഒരിക്കലും വേറെ ഒരു സ്ഥലം പോലെ എനിക്കിത് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇവരുടെ വീട്ടിൽ ഭയങ്കര ഡൊമസ്റ്റിക് ആണ് ട്രിവാൻഡ്രത്ത് ചെന്ന് കഴിഞ്ഞാലുള്ള ലൈഫ്. അങ്ങനെ അല്ലാതെ ഒരുപാട് സമയം നിന്നത് ഈ ഷൂട്ടിന് പോയപ്പോഴും പിന്നെ കുറച്ച് സമയം ഞങ്ങളുടെ ഒരു നാടകമായിട്ട് അവിടെ പോയപ്പോഴും ഒക്കെയാണ്. അപ്പോൾ ഈ ഷൂട്ടിൻ്റെ സമയത്ത് ചുറ്റും ഉണ്ടായിരുന്ന മൊത്തം ട്രിവാൻഡ്രംകാരായിരുന്നത് കൊണ്ട് ഈ സിറ്റിയുടെ ഇമോഷൻ കുറച്ചും കൂടെ കിട്ടി എന്നുള്ളതാണ്. ഈ ഇത്തിരി നേരത്തിൽ തിരുവനന്തപുരം കാണിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി വളരെ കുറവ് സ്ഥലങ്ങളെ ആ സിനിമയിൽ കാണിച്ചിട്ടുള്ളൂ. എല്ലാവർക്കും അങ്ങനെ പറയാൻ തോന്നുന്നത് ആ സിറ്റിയുടെ ഇമോഷൻ കറക്റ്റായിട്ട് അതെ. അപ്പോൾ ഒരു സീനിന് ചേരുന്ന സ്ഥലത്ത് കൊണ്ടാണ് ആ സീൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ അവിടുത്തുകാർ തന്നെ അതിൻ്റെ ക്രൂവിൽ വർക്ക് ചെയ്തത് കൊണ്ട് നമുക്കുണ്ടായിട്ടുള്ള ഗുണമാണ്. പിന്നെ ആസ് ആക്ടേഴ്സ് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും, നമുക്കത് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മുടെ ഫേവറിൽ വർക്ക് ചെയ്യും എന്നുള്ളത്. പക്ഷേ കുറച്ചും കൂടെ ആ സ്ഥലത്തിൻ്റെ ഒരു ഇമോഷൻ കിട്ടിയാൽ എനിക്ക് ഈ പറഞ്ഞ ഒരു ഓർഗനൈസ്ഡ് ലേസിനെസ് സാധനം എനിക്കത് ഭയങ്കര എൻജോയബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്.
പിന്നെ നമ്മളിപ്പം ചത്താപ്പച്ചനെ വേണ്ടി ചോദിക്കാം, നിങ്ങൾക്ക് WWE ഭയങ്കര അത് കണ്ടിരുന്ന ആൾക്കാരാണോ എല്ലാവരും? എല്ലാവരും ഫാൻസ് ആയിരുന്നോ? ഓക്കെ, നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് റെസ്ലേഴ്സ് ഉണ്ടോ ഓരോരുത്തർക്കും? മറ്റേ കാർഡൊക്കെ കളിക്കുമ്പോൾ മെയിൻ ആയിട്ട് വെക്കുന്ന ഞാൻ ഇതേപോലെ ഒരു ഇന്റർവ്യൂവിൽ ഇന്ന് രാവിലെ ഇരുന്നിട്ട് റേ മിസ്റ്റീരിയോനെ പറ്റി തുടക്കത്തിൽ പറഞ്ഞ അതേ കാര്യം ഏകദേശം അതേ വാക്കുകൾ പറഞ്ഞിട്ടിരിക്കുക. അതായത് പുള്ളി ചെറിയൊരു മനുഷ്യനല്ലേ, ബിഗ് ഷോ ഒക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ഭയങ്കര ആവേശമായിരുന്നു. എന്റെ ഫേവറേറ്റ് റേ മിസ്റ്റീരിയോ ആയിരുന്നു. ആരായിരുന്നു ഫേവറേറ്റ്? ജോൺ സീന. അറിയാലോ, ട്രെയിലർ കണ്ടിട്ടുണ്ടാവും, ന്യൂസൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആരായിരുന്നു? ജോണേട്ടനുണ്ട്. ജോണേട്ടനെ ഇപ്പോഴൊക്കെ കണ്ട നമ്മുടെ വീട്ടുകാരെ പോലെ നമുക്ക് ഫീൽ ചെയ്യാം. ആക്ച്വലി ആലോചിച്ച് നോക്കിയാൽ പുള്ളിനെ ഇടിക്കുമ്പോൾ നമുക്ക് സങ്കടം വരും, പുള്ളി ജയിച്ചില്ലെങ്കിൽ സങ്കടം വരും. അത്ര ഇഷ്ടമുള്ളതല്ലേ. പിന്നെ ഈ WD പരിപാടി ഇപ്പൊ ആദ്യം നമ്മൾ കാണുന്ന സമയത്തേക്ക് ചെറുപ്പത്തിൽ നമ്മളിത് ശരിക്കുള്ള ഇടിയും പരിപാടിയാണെന്നല്ലേ വിചാരിക്കാം. നിങ്ങളൊക്കെ ഏത് സമയത്താ അറിഞ്ഞിട്ടുണ്ടാവും? 6-7 എത്തിയപ്പോ മനസ്സിലായി. ഏകദേശം ബുദ്ധി വെക്കുന്ന ഒരു ടൈമൊക്കെ ആയപ്പോ ആരൊക്കെയോ പറഞ്ഞറിഞ്ഞ്. പിന്നെ നമ്മള് ടിവിയില് നോക്കാൻ തുടങ്ങി. അതെ അതെ, ഇടി കൊടുത്തില്ല കാലോട് ചവിട്ടി അവിടെ ഇരിക്കുന്ന സമയത്ത് അവിടെ അല്ലല്ലോ കൊണ്ടത്. ചെറിയ ചെറിയ വഞ്ചിക്കപ്പെട്ട പോലൊക്കെ തോന്നി ആ സമയത്ത്. പക്ഷെ അതൊക്കെ പടം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും മാറി. 4 മാസമായി ചമച്ചോണ്ടിരിക്കണേ. ഈ അഭിനയിക്കുന്ന ഇടി എന്ന് പറഞ്ഞാലും വൻ പരിപാടിയാണുള്ളത്. അത് കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ കാണാൻ രസം ഉണ്ടാവില്ല, ഇടി കിട്ടുകയും ചെയ്യും, ചിലപ്പോ പാളിപ്പോവുകയും ചെയ്യും. പിന്നെ ഈ ഇടി കിട്ടാതെ ഇടി കിട്ടിയതുപോലെ നിൽക്കാനും നല്ല എഫേർട്ട് വേണമെന്ന്. മറ്റേത് വേറൊരാളുടെ ഫോഴ്സിലല്ലേ നമ്മൾ തെറിക്കുന്നതും ചാടുന്നതും മറിയുന്നതും ഒക്കെ. ഇത് തന്നെ ചെയ്യണം. അപ്പൊ ഇടിക്കുന്ന സമയത്തും ഇടി കൊള്ളുന്ന സമയത്ത് നമ്മൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക. പിന്നെ ഈ പടത്തിൽ കുറെ രസമുള്ള അല്ലെങ്കിൽ മലയാള സിനിമയെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു അങ്ങനെയൊക്കെ പറയുന്ന രീതിയിൽ കുറെ കൊളാബറേഷൻസ് വന്നിട്ടുണ്ടല്ലോ. എസ്പെഷ്യലി ശങ്കർ എഹ്സാൻ-ലോയി ആദ്യമായിട്ടൊരു മലയാള പടത്തിലേക്ക് വരുന്നു. ഇനിയിപ്പോ വന്നിട്ടുള്ള ശങ്കർ മഹാദേവൻ ഇപ്പൊ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് പറഞ്ഞ കുറച്ച് കുറച്ച് യങ്സ്റ്റേഴ്സിന്റെ ഒരു അമേസിംഗ് പരിപാടി എന്നാണ് ആ വൈറലാവുന്ന റീൽസിലൊക്കെ പറഞ്ഞത്. നിങ്ങൾ ക്രൂ ഉണ്ടാവും, ബാക്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല ഒരു ശങ്കർ എഹ്സാൻ-ലോയി ഫേവറേറ്റ് ആൽബം സോങ്സ് ഒക്കെ ഉണ്ടാവല്ലോ. അപ്പോൾ അദ്ദേഹം കൊളാബ് ചെയ്യുന്ന പടത്തിൽ പിന്നെ നമ്മുടെ ക്യാരക്ടേഴ്സ് ഒക്കെ വരുമ്പോൾ ആ ടീം ചെയ്ത പാട്ടൊക്കെയാണല്ലോ വരിക. അപ്പോൾ നിങ്ങൾ ഈ പടത്തിനെ കമ്മിറ്റ് ചെയ്യാൻ ഇവര് കമ്മിറ്റ് ചെയ്തു എന്നുള്ളതൊക്കെ ഒരു കാരണമായിരുന്നു? അല്ലെങ്കിൽ ആ ഒരു ലൈക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും മ്യൂസിക് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റിയിരുന്നോ? പിന്നെ അദ്വൈത് ഇതിന്റെ ഡയറക്ടർ ഭയങ്കര ക്ലിയർ മ്യൂസിക്കൽ സെൻസ് ഉള്ള ആളാണ്. ആക്ച്വലി എന്റെ അടുത്ത് അങ്ങനെ തന്നെ ആണോന്ന് അറിയില്ല. ആദ്യം പറയുന്ന നറേഷനിൽ തന്നെ കുറെ മ്യൂസിക് റെഫറൻസ് ഒക്കെ പ്ലേ ചെയ്ത് ഏകദേശം കുറെ സാധനം ഉണ്ടായിരുന്നു. ഇത് റെഫറൻസസോടെയാണ് നറേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഈ പോയിന്റ് ഇതിന്റെ എനർജി ഫീൽ ചെയ്യും. പിന്നെ സ്വാഭാവികമായിട്ട് ഇവര് ശങ്കർ എഹ്സാൻ-ലോയി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ സിനിമ ചെയ്തേനെന്നുള്ളത് ഫാക്റ്റാണ്. പക്ഷെ അവര് വരുന്നത് കൊണ്ട് നമുക്കൊരു ഭീകരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. ദിൽ ചാത്തയൊക്കെ മറ്റേ ഭയങ്കര മൈൽ സ്റ്റോൺ മൊമെന്റ് ആണ് ലൈഫിൽ അതിന്റെ മ്യൂസിക്. ആൻഡ് ഇറ്റ് വിൽ ഓൾവേസ് ബി ദർ. ഇപ്പോഴും ആ പാട്ട് കേൾക്കും, അന്നും കേട്ടിട്ടുണ്ട്, ഇനി മുമ്പോട്ടും കേൾക്കും. നിങ്ങൾക്കൊക്കെ ഉണ്ടോ ഒരു ഫേവറേറ്റ് ആൽബം അല്ലെങ്കിൽ പാട്ടുണ്ടോ അവരുടെ? പിന്നെ റോക്ക് ഓൺ, ദിൽ ചാത്ത, ജിന്ദഗി നാ മിലേഗി ദോബാര, മിർസിയ ഭീകര ആൽബം. കബി അലുദന. പിന്നെ അവരുടെ ഏറ്റവും അടിപൊളി സാധനം എന്താന്ന് വെച്ചാൽ അവര് ഭയങ്കര കൊളാബറേറ്റീവ് ആണ്. മീൻസ് നമ്മൾ വിചാരിക്കും അവര് 30 years ഈ ഇൻഡസ്ട്രിയിൽ ഉള്ളതുകൊണ്ട് മീൻസ് അദ്വൈത്ത് റോഷൻ പറഞ്ഞ പോലെ ഭയങ്കര സ്പെസിഫിക് ആണ് മ്യൂസിക്കലി കുറച്ച്. അതെ അതെ. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ ബോംബെയിൽ ഒരു സാധനം ഒരു കറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പറയാൻ പേടിയാണല്ലോ, കാരണം അവരത്ര സീനിയേഴ്സ് ആയതുകൊണ്ട്. അപ്പോൾ അതിങ്ങനെ ഇരിക്കണ്ടാവുക ശങ്കർ സർ ജസ്റ്റ് ഇങ്ങനെ പറയാൻ പോകുന്ന സമയത്ത് യെസ് അത് ടെൽ മീ വാട്ട് യു വാണ്ട്. പിന്നെ അതേ സമയത്ത് ഹിൽ മേക്ക് ദ ചേഞ്ച്, ഇങ്ങനെ പിടിക്കുക, ഈ സാധനം മാറ്റാന്ന്. അവർ അത്രയും അപ്ഡേറ്റഡ് ആണ്. പിന്നെ യങ്സ്റ്റേഴ്സിന് കൂടെ കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. അവരും ഇപ്പൊ കൊടുക്കുന്ന ഇന്റർവ്യൂസിലൊക്കെ നമുക്കും സന്തോഷമാണല്ലോ. അവർ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു മലയാള പടത്തിനെ പറ്റിയിട്ട് അവർ ഭയങ്കര സന്തോഷത്തിലാണ് സംഭവം പറയുന്നത്. പുള്ളി പറഞ്ഞു ആക്ച്വലി പടത്തിന്റെ ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ചോദിക്കാറില്ല, ശങ്കർ സാറിനോട് ചോദിച്ച് എനിക്ക് ചത്തപ്പച്ചലും പാട്ട് പാടണം. അപ്പൊ അത് ഭയങ്കര സന്തോഷമായിരുന്നു പറഞ്ഞത്.
പിന്നെ ഇതിന്റെ അടുത്തൊരു കൊളാബറേഷൻ വന്ന ഡിസ്ട്രിബ്യൂഷൻ ഇപ്പൊ ഇവിടെ വേഫർ ഉണ്ട്, അപ്പുറത്ത് മൈത്രിയാണ് ചെയ്യുന്നത്. അപ്പുറത്ത് പോകുമ്പോൾ കരൺ ജോഹറിന്റെ ധർമ്മ പ്രൊഡക്ഷൻസ് ആദ്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്ന മലയാള സിനിമയാണ്. അപ്പൊ അതിനെ പറ്റിയിട്ട് ഇതിന്റെ പ്രൊഡക്ഷൻ ആണ് അതിന്റെ എല്ലാം. അവര് ഭയങ്കര പ്രൊഡ്യൂസറിന് ഞാൻ വിചാരിച്ചത് പ്രൊഡ്യൂസറിന്റെ സഹോദരൻ എന്ന നിലയിൽ എന്തെങ്കിലും പറയാൻ എങ്ങനെ സാധിച്ചെടുത്തു. ഇവൻ എപ്പോഴും പറഞ്ഞു ഞങ്ങൾ പറയട്ടെ മിണ്ടാതെ. ഷിഹാൻ മറ്റേ സീന ചത്താപ്പച്ച എന്നുള്ള മൂടാണ് ഐറ്റം ഉണ്ട്, നേരെ കൊണ്ടുപോയി നോക്കുക. അവരൊക്കെ പറഞ്ഞ അത് പടം ആദ്യം ഓക്കെ അടിച്ചപ്പോ ആദ്യം വിട്ടത് യുഎസിൽ അവരോട് സംസാരിക്കാനാണ്. നമ്മുടെ പണ്ട് ഈ റെസ്ലേഴ്സിന്റെ കാർഡ് ഇറക്കിയ ടീമാണ് നമ്മളെ കാർഡ് ഇറക്കണം. സ്വർണ്ണ കളർ കാർഡൊക്കെ ഉണ്ട്. ഭയങ്കര ചൈൽഡ്ഹുഡ് സംഭവം. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കളിക്കുന്ന അതേ കാർഡ് ഈ പടത്തിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും എല്ലാ ക്യാരക്ടേഴ്സിനും. ഓ നൈസ്. പൊളിയല്ലേ? അത് നന്നായിരുന്നു കിട്ടണമെങ്കിൽ. അതാണോ ഇവന്റെ കട്ട് ചെയ്താണ്. ഓ ഇത് പ്രീമിയം കാർഡ്. ഓ ലോക്കോ ലോബോ. ഇത് പ്രേക്ഷകർക്കൊക്കെ അവസരമുണ്ടോ ഇങ്ങനത്തെ ഒരു കാർഡ് നിങ്ങൾ ചെയ്തു കൊടുക്കാൻ? ഫോട്ടോ തന്നെ നമ്മുടെ തിയേറ്റേഴ്സിൽ ഡിസ്ട്രിബ്യൂട്ട് നമുക്കൊക്കെ കിട്ടോ? അങ്ങനെ ഒരു വഴിയുണ്ട്. വളരെ സന്തോഷമുള്ള ഒരു പരിപാടി ചത്താവച്ച ടീം ചെയ്യുന്നത്. ആഘോഷിക്കാം. ചെറിയ കൊളാബറേഷൻസ് അല്ല, ടോപ്സ് പിന്നെ ഫിൽമി അതെല്ലാം ഷിഹാന്റെ ഒറ്റ ഫുൾ പവർ പരിപാടിയാണ്. നമുക്ക് എന്താ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന മലയാള സിനിമയുടെ പരിപാടിയാണ് കാണിച്ചു കൊടുക്കുന്നത്. വേറെ പടത്തിൽ വേറെ ഇൻഡസ്ട്രിയിലൊക്കെ അടിപൊളി പരിപാടികളൊക്കെ വേറെ എത്തിക്കുന്നുണ്ട്. ഇത് ശരിക്കും നമ്മളെ ഇവിടെ ചെയ്യാൻ പറ്റിയാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ഇതിന് ആ ഒരു എലമെന്റും ഉണ്ടല്ലോ. ആഫ്റ്റർ ഓൾ ലൈക്ക് ഫോർട്ട് കൊച്ചി ബേസ് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ പക്ക മലയാളം കേരളത്തിന്റെ ഒരു സ്പേസിൽ തന്നെ നിന്നുകൊണ്ട് വരുന്ന ഒരു പടം, അത് ഇങ്ങനത്തെ ഒരു സ്പേസിൽ വരുന്നതിന്റെ ഒരു രസമുണ്ട്. ഓക്കെ, അപ്പം ചത്താപ്പച്ചനെ പറ്റിയിട്ട് ഇപ്പൊ കുറെ സംഭവങ്ങളുണ്ട്. പിന്നെ ചോദിച്ചാൽ നിങ്ങൾ ഒരിക്കലും ഉത്തരം പറയാത്ത ആ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമ്മള് ചോദിക്കണല്ലോ. ഞങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ പ്രേക്ഷകർ വന്ന് കമന്റിൽ പറയും എന്തുകൊണ്ട് ചോദിച്ചില്ലാന്ന്. അപ്പോൾ പറയൂ, ആ മമ്മൂട്ടിയെ പറ്റി എന്തൊക്കെയാണ് നിങ്ങൾക്ക്? എല്ലാരും ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്ന ഒരു ലെജൻഡറി ആക്ടറാണ്. കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പുതിയ നിയമത്തില് ട്രെയിലറിലെ ലാസ്റ്റത്തെ ശബ്ദം അദ്ദേഹത്തിന്റെ തന്നെ ആണല്ലോ അല്ലേ? ട്രെയിലർ ഇന്ന് ലോഞ്ച് ചെയ്യാൻ പോകുന്നുള്ളതുകൊണ്ട് ഇന്റർവ്യൂ വരുമ്പോ എന്തായാലും ട്രെയിലർ എല്ലാരും കണ്ടു. അത് പറയാൻ പറ്റില്ലല്ലേ. മമ്മൂക്കയുടെ പടമൊക്കെ കണ്ട് സിനിമയിൽ വരാൻ പറ്റിയ സന്തോഷം. ആക്ച്വലി നമ്മൾ ഇങ്ങനെ സംസാരിക്കണമെന്ന് വിചാരിച്ചത് ചാനലാന്നൊക്കെ പറയാറുണ്ട്. അത്രയ്ക്കൊന്നും വേണ്ട കേട്ടോ, ഇങ്ങനെയൊക്കെ പറ്റും. ജസ്റ്റ് ചോദിക്കാനുള്ളത്, ഈ പടത്തിന്റെ ഏറ്റവും എക്സൈറ്റ് ചെയ്തിരുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ കോസ്റ്റ്യൂമാണ്. മെൽവിജയ് ചെയ്തിട്ടുള്ള കോസ്റ്റ്യൂം, മെൽവിജയ് ചെയ്യുന്ന എല്ലാ കോസ്റ്റ്യൂംസും നമുക്ക് ഭയങ്കര ഫ്രഷ്നെസ് തരുന്ന ഒരു വർക്കായിരിക്കും. പിന്നെ ഇപ്പോൾ മലയാള സിനിമയിൽ വരുന്ന മെൽവിജയ് മാത്രമല്ല എല്ലാവരും കുറെ കൂടി രസമുള്ള കോസ്റ്റ്യൂംസ് എന്തെങ്കിലും പുതിയ പരിപാടി തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഓഡിയൻസ് എന്നുള്ള രീതിക്ക് നിങ്ങളെല്ലാവരും ആ കോസ്റ്റ്യൂംസിൽ കാണാനുള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. നിങ്ങൾക്കും നിങ്ങൾ ഇതുവരെ ഇടാത്ത ടൈപ്പ് കോസ്റ്റ്യൂംസ് ആണല്ലോ. അപ്പോൾ ആസ് ആൻ ആക്ടേഴ്സ് ഇതൊക്കെ ഇട്ട് നോക്കണം എന്നുള്ളൊരു സംഭവം അത് നിങ്ങൾക്ക് ഓരോ ദിവസം സെറ്റിൽ പോകുന്ന സമയത്ത് ഉണ്ടായിരുന്നോ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയായിരുന്നു ഇപ്പൊ കളറിന്റെ കാര്യത്തിലോ വേറെ എന്തെങ്കിലും കാര്യത്തിലോ ഒക്കെ എനിക്ക് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് കോസ്റ്റ്യൂംസ് എക്സ്ട്രീം പരിപാടിയാണ്, പക്ഷെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പറയേണ്ട ആവശ്യം വന്നില്ല. പിന്നെ ഓൾറെഡി ആവുമ്പോ വേറെ ഒരു പാറ്റേൺ നമുക്കില്ല ഉപയോഗിക്കാൻ പറ്റില്ല. അതേപോലെ എക്സ്ട്രാ സാധനം കുറെ കൊണ്ടുവന്നിട്ടുണ്ട്. മെൽബി വെറുതെ കൂടിയാണ് ഒരു രക്ഷയില്ല. വച്ചാൻ തന്നത് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല മുഴുവൻ. ആൻഡ് ലൈക്ക് ഭയങ്കര ഐഡിയാസും ഭയങ്കര രസമുള്ള സാധനം ആദ്യമേ ചെയ്തു വെച്ചു എന്നുള്ളതിനപ്പുറം ഷൂട്ടിന്റെ സമയത്ത് ഇപ്പൊ എന്റെയൊക്കെ ഫൈറ്റ് ഓൺ ദ സ്പോട്ട് അവിടെ നിന്ന് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അത് ആ സീൻ കണ്ടാലേ മനസ്സിലാവുള്ളൂ. അത് എക്സിക്യൂട്ട് ചെയ്തപ്പോ എല്ലാരും കിട്ടിയ ഒരു സന്തോഷം. അത് ഇവര് ചുമ്മാ ഈ സാധനം ചെയ്ത് തന്നിട്ട് ഇവര് പോവല്ല. ഇൻഫാക്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും അത്രയും കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യും. ഇപ്പൊ നേരത്തെ ഷിഹാൻ ഈ പടമായിട്ട് പോയി നടന്ന് ഈ ബ്രാൻഡ്സിനെ എല്ലാം ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ഒരു പോയിന്റിൽ പോലും ഷിഹാൻ ഇത് മറ്റേ ഞങ്ങളെല്ലാവരെയും മാറ്റി നിർത്തിയിട്ട് വേറൊരു ഏരിയയിൽ സെപ്പറേറ്റ് ആയിട്ട് ഇതെല്ലാം നമ്മൾ അറിയുന്നുണ്ട്. ഈ ഓരോ മീറ്റിങ്ങുകൾ, ഓരോ ഫോൺ കോൾ, ഇവിടെ അത് നടന്നു, അവിടെ ഇത് നടന്നു, എല്ലാവരും ഒരു ടീമായിട്ട് ഈ പടത്തിന് സർപ്രൈസ് ഉണ്ട്. ഇതിപ്പോ കൺഫേം ആവും, ഇത് ചിലപ്പോ സംഭവിച്ചേക്കാം. കോസ്റ്റ്യൂമിന്റെ പരിപാടി അതൊരു ഫസ്റ്റ് പുള്ളിയുടെ പറയാൻ പറ്റില്ല. പരിപാടി ഉണ്ട്. അത് സ്പോട്ടില്
ക്രാക്ക് ചെയ്ത്. അതെന്ന് വെച്ചാൽ കോസ്റ്റ്യൂം ടീം അവിടെ സാധാരണ ഒരു ടേക്കിലേക്ക് പോയി കഴിയുമ്പോൾ ഇവരുടെ പണി കഴിഞ്ഞല്ലോ. ഇത് ആസ് ആക്റ്റീവ് ആസ് ആക്ടേഴ്സ് ഇൻ ദാറ്റ് ടേക്ക്. അതുപോലെ അത് ഞാൻ പറയാം, ഞാൻ പേഴ്സണലി ഭയങ്കര എൻജോയ് ചെയ്ത് ഈ ഒരു കൊളാബറേറ്റീവ് ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അമലും സനൂപും കൂടെ ഇരിക്കാതെ ഞാൻ ഡബ് ചെയ്യില്ല എന്ന് പറഞ്ഞു ഈ സിനിമയ്ക്ക്. എനിക്ക് ഇവർ രണ്ടുപേരും ഇല്ലാതെ എനിക്ക് ഈ പരിപാടി കൺവിൻസിംഗ്ലി ഡബ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അത് ശരിക്കും പറഞ്ഞ റൈറ്റേഴ്സാണ് അവർ, അവരുടെ ജോലിയൊന്നുമല്ല, അവർക്ക് ഇരിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാൻ വെളുപ്പിന് 6:30 ഡബ് ചെയ്യാൻ വന്നപ്പോൾ പോലും ഇവർ രണ്ടുപേരും പ്രസന്റ് ആയിരുന്നു. അല്ല റോഷൻ ഇത് വേറെ ഐറ്റം പിടിച്ചിട്ടില്ല. ഡബിലും നമ്മള് എല്ലാരും വേറെ ആയിട്ട് പിടിച്ചു. നേരത്തെ ട്രിവാൻഡ്രത്തിന്റെ കാര്യം പറഞ്ഞ പോലെ ഇതിപ്പോ കൊച്ചി പറയാൻ നേരത്ത് റോഷൻ കറക്റ്റായിട്ട് ഇതിവിടെ നോർമലി വലിയ ആൾക്കാർ പടം കണ്ടോട്ടെ. ഞാൻ എല്ലാവരും കൊളാബറേറ്റ് ചെയ്തു. അപ്പോ ലിറ്റിൽ വെട്രി ലോക്കോബോക്കോ അതൊരു ലോലിപോപ്പ്. സാവിയോ. അപ്പം നിങ്ങളെ എല്ലാവരെയും സ്ക്രീനിൽ കാണാൻ ഒരുപാട് പ്രേക്ഷകർ വളരെ എക്സൈറ്റ് ആയിട്ട് ഇരിക്കുവാണ്. അപ്പോൾ ജനുവരി 22 നമ്മൾ തിയേറ്ററിൽ കാണാം. അപ്പോൾ ഒരു കിഡിലൻ പൊളി പരിപാടി തന്നെ തരുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും സമയം നല്ല രസമായിട്ട് സംസാരിച്ചതിന് താങ്ക് യു. താങ്ക് യു വെരി മച്ച്.